How are you? Welcome to another class. Hindi lesson 15. നൗക്കർ എന്ന പാഠമല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാന്ധിജിയെക്കുറിച്ചുള്ള ഗാന്ധിജിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞ് ഇതിന് ബാലൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിയേ, गांधी दूसरे से काम लेने में बेहद सख्त थे, लेकिन अपने लिए दूसरों से काम कराना उन्हें नापसंद था. ഈ ഗാന്ധി दूसरे से काम लेने में बेहद सख्त थे എന്ന് വെച്ചാൽ ഗാന്ധി മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് വളരെയധികം സ്ട്രിക്റ്റ് ആയിരുന്നില്ലേ. മറ്റുള്ളവരെ കൊണ്ടെന്ന് വെച്ചാൽ അവിടെ നരസന്മാരായിരിക്കാതെ ഓരോരോ ജോലി ചെയ്യിപ്പിക്കുന്നത് വളരെ സ്ട്രിക്റ്റോട് കൂടിയാണ് ചെയ്യിപ്പിച്ചിരുന്നത്. लेकिन अपने लिए दूसरों से काम कराना उन्हें नापसंद था. എന്നാൽ മറ്റുള്ളവർ തൻ്റെ ജോലികൾ, ഗാന്ധിജിയുടെ ജോലികൾ മറ്റുള്ളവർ ചെയ്യുന്നത് അത്ര നാപസന്ദായിരുന്നു, ഇഷ്ടമുള്ള കാര്യം അല്ലായിരുന്നു. एक बार एक राजनीति के सम्मेलन से गांधी जब अपने डेरे पर लौटे तो एक बार मीन्स ഒരു പ്രാവശ്യം एक राजनीतिक सम्मेलन से ഒരു രാജനീതിക്ക് ആ സമ്മേളനത്തിൽ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഗാന്ധിജിയൊക്കെ അപ്പനെ ഡേർപ്പയിലേട്ടോ മടങ്ങി വരുന്ന ആ സമയത്ത് രാത്രി പോകുകയില്ല. ആ സമ്മേളനം കഴിഞ്ഞ് രാത്രിയിലാണ് മടങ്ങി വന്നത്. സോനെ സെ പകലെ വേ അപ്പനെ കമരേക്കോ വർഷ ബുഹാർ രേഖത്തെ, ഈ ഉറങ്ങുന്നതിന് മുമ്പിട്ട് തൻ്റെ മുറിയിലെ സാധനങ്ങളൊക്കെ അടുക്കി പറക്കുന്ന ക്ലീൻ ആക്കുന്ന ജോലി ഉണ്ടായിരുന്നു. ബുഖാർ മീൻസ് ക്ലീൻ, ബുഖാർ മീൻസ് ക്ലീൻ, ബുഖാർ ക്ലീൻ, ക്ലീൻ ആക്കുന്ന ഒരു ജോലി ഉണ്ടായിരുന്ന. രാഷ്ട്രീയ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് ശേഷം രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് വന്നിട്ട്, പക്ഷെ അദ്ദേഹത്തിന് റൂം വൃത്തിയാക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. സമയം രാത്രി ആ സമയം രാത്രി എത്ര മണിയായിരുന്നു? 10 ബജെ എന്ന് വെച്ചാൽ 10 മണിയായിരുന്നു. കാര്യകർത്താനെ ദൗഡ്കർ ഗാന്ധിക്ക് ഹാത്തിലെ ബുഖാരി ലേലി, ഈ കാര്യകർത്ത ഒരു ജോലിക്കാരൻ വന്ന് ദൗഡ്കർ മീൻസ് റണ്ണി, ദൗഡ്കർ ഓടി വന്നിട്ട് ഗർഭിക്ക് ഹാത്ത് ഗാന്ധിക്ക് ഹാത്ത് സി ബുഖാരി ലേലി, ഗാന്ധിജിയുടെ കൈകരെ പിടിച്ചു. നോക്കിയേ, ഗാന്ധി ദൂസറോं से काम लेने में बहुत सख्त थे. ഗാന്ധിജി മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന് മറ്റുള്ളവരെ ആശ്രമത്തിൽ മറ്റുള്ള ജോലികളൊക്കെ ഗാന്ധിജി ചെയ്യിച്ചിരുന്നു. लेकिन अपने लिए दूसरों से काम कराना उन्हें नापसंद था. लेकिन എന്നിരുന്നാലും अपने लिए दूसरों से തൻ്റെ ജോലികൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അത്ര നാപസന്ദായിരുന്നു, അത്ര ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലായിരുന്നു. एक बार एक राजनीतिक सम्मेलन में गांधी जब अपने डेरे में लेटे तो ഒരു പ്രാവശ്യം തൻ്റെ രാഷ്ട്രീയ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് ശേഷം മടങ്ങി വരുമ്പോൾ രാത്രി ഒരുപാട് സമയം വൈകിയിരുന്നു. അപ്പോഴേക്കും രാത്രി 10 മണി എന്ന് വെച്ചാൽ അദ്ദേഹം കിടക്കുന്നതിന് മുമ്പിട്ട് തൻ്റെ മുറികളൊക്കെ ക്ലീൻ ആക്കുന്ന ഒരു ബുഖാർ ചെയ്യുന്ന ഒരു ജോലി ആർക്കുണ്ടായിരുന്നു? ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. സമയം രാത്രിക്ക് 10 ബജെ, ആ സമയം രാത്രി എത്ര മണിയായിരുന്നു? 10 മണിയായിരുന്നു. സമയം രാത്രിക്ക് 10 ബജെ. एक कार्यकर्ता ने दौड़कर गांधी के हाथ से बुखारी ले ली. एक कार्यकर्ता ने ഒരു ജോലിക്കാരൻ വന്നിട്ട് ദൗഡ്കർ ഓടി വന്നിട്ട് ഗാന്ധിക്ക് കാത്തു സെ, ആ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് ബുഖാരി ലേലി, ആ സാധനങ്ങളങ്ങ് എടുത്തു. जब गांधी गाँवों को दौरे कर रहे होते उस समय रातों को यदि लिखते समय लैम्पटेन का तेल खत्म हो जाता है तो वे चंद्रमा की रोशनी में ही पत्र पूरा कर लेना ज्यादा पसंद करते थे. जब गांधी गाँवों की दौरे कर रहे होते, അപ്പോൾ ഗാന്ധിജി ആ ഗ്രാമത്തിലുള്ളവരുടെ കാര്യങ്ങൾ നോക്കണം. ഉസ് സമയം രാത്രി എഴുതി ലിഖ്തേ സമയം, ആ സമയത്ത് രാത്രി ഗാന്ധിജി എഴുതുകയായിരുന്നു. എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എന്തോ ലാപ്ടൻ കാർത്തയില റാന്തൽ വിളക്കില എണ്ണ കുറഞ്ഞു പോയി. ഖതം പോകുക എന്നുവെച്ചാൽ അതങ്ങ് തീർന്നു പോയി. तो वे चंद्रमा की रोशनी में पत्र पूरे कर लेना. എന്നിട്ട് അദ്ദേഹം ആ എഴുത്ത് അവിടെ നിർത്തിയില്ല. പിന്നെ എന്തോ ഇത് ചന്ദ്രന്റെ ആ പ്രകാശത്തിൽ
വിളിച്ചുണർത്താൻ നഹീ ജഹാത്തേക്ക് അദ്ദേഹം വിളിച്ചുണർത്തിയിരുന്നില്ല. കാരണം അവരൊക്കെ രാത്രി കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് ഗാന്ധിജി അവരെയൊന്നും വിളിച്ച് ഉണർത്തില്ല. പിന്നെ വിളക്കിൽ എണ്ണ പറ്റിയിട്ട് അദ്ദേഹം ആ ചന്ദ്രൻ്റെ നിലാവത്തിരുന്ന് ആ ലെറ്റർ കംപ്ലീറ്റ് ചെയ്തു. नवाखली पर यात्रा के समय गांधी ने अपने शिविर में केवल 2 आदमियों की लेने की अनुमति थी. नवाखाली यात्रा पदयात्रा नवाखाली पदयाത്രയിൽ സമയത്ത് ഗാന്ധി अपने शरीर में തൻ്റെ ആ ശരീരത്തിൽ കേവൽ 2 आदमियों की लेने की 2 സുഹൃത്തുക്കളെ താമസിക്കാനുള്ള അനുമതി കൊടുത്തു. ഈ दोनों को यदि नहीं मालूम था कि खाकरा कैसे बनाया जाता है. इन दोनों के नहीं मालूम था कि ഈ 2 പേർക്കും മനസ്സിലായില്ല, എന്തോ മനസ്സിലായില്ല. खाकरा कैसे बनाया जाता है. खाकര എങ്ങനെയാ ഉണ്ടാക്കുന്നത്? खाकര മീൻസ് എന്താണ്? ഈ പപ്പടമാണ് കാക്കര. കാക്കര മീൻസ് പപ്പടം ഉണ്ടാക്കുന്നത് ഗുജറാത്തിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു എന്താ വെച്ചാൽ ഒരു സ്നാക്സ് ആണ് കാക്കര. കാക്കര എന്ന് വെച്ചാൽ പപ്പടം പോലെ ഉണ്ടാകും. ഗുജറാത്തിൽ ഉണ്ടാക്കുന്ന ഒരു തരം സ്നാക്സ് ആണ്. ഈസ് ഗാന്ധി സ്വയം രസോയി, അത് ഒരു നമ്മുടെ ദോശയും കാപ്പിയൊക്കെ ഉണ്ടാക്കത്തില്ല, അതുപോലെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഈസ് पर गांधी स्वयं रसोई से जा बैठे और निपुण रसोई के तरह उन्होंने काकरा बनाने की विधि बताई. इस बार പ്രാവശ്യം എന്തോ ഇത് ഗാന്ധി സ്വയം രസോയിമേ ജാ ബൈട്ടെ. ഗാന്ധിജി സ്വയം അടുക്കളയിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ നല്ല കഴിവോടുകൂടി കഴിവ് തെളിയിച്ചു കൊടുത്ത് എന്തോ ഉണ്ടാക്കുന്നതിനാ കാക്കര ബനാനേക്ക കാക്കര ഉണ്ടാക്കുന്നതിനുള്ള തെളിവ് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ഉസ് സമയം ഗാന്ധിജി അവസ്ഥ 78 വർഷക്കെത്തി. ഈ സമയം ഗാന്ധിജിയുടെ വയസ്സ് എത്രയായിരുന്നു? 78 ആയിരുന്നു. 78 മീൻസ് 78. 78. അപ്പോൾ ഗാന്ധിജിയുടെ വയസ്സ് എത്രയായിരുന്നു? 78 വയസ്സ് ഉണ്ടായിരുന്നു. നോക്കിയേ, जब गांधी गाँवों का दौरा कर रहे होते, जब एപ്പോഴാണ് ഗാന്ധി ഗാവ് ആ ഗ്രാമത്തിലെ ചുറ്റിക രേഖ होते, उस समय रात को यदि लिखते समय उस समय रात को ആ സമയം രാത്രി यदि लिखते समय എഴുതുന്ന സമയം लालटेन का तेल खत्म हो जाता. ആ ലാൽട്ടന്റെ എണ്ണ എന്തോ ഇത് खत्म हो जाता അവസാനിച്ചു. ആ लालटेन का तेल खत्म हो जाता. दो वे चंद्रमा की रोशनी में की पत्र पूरे कर लेना ज्यादा पसंद करते थे. തോവേ എന്നാൽ വേ അത് ചന്ദ്രമകി രോഷാനി എനിക്ക് ആ ചന്ദ്രമയുടെ രോഷാനിയിൽ പത്രപൂരാക്കലേനെന്ന് വെച്ചാൽ പിന്നെ ലെറ്റർ എഴുതുന്ന സമയത്ത് അതിൻ്റെ എണ്ണയൊക്കെ തീർന്നു പോയിട്ടും ആ എഴുത്ത് അവിടെ അവസാനിച്ചില്ല. പിന്നെ എന്താണ് ചന്ദ്രൻ്റെ നിലാപത്തിരുന്ന് ആ ലെറ്ററുകൾ കംപ്ലീറ്റ് ചെയ്തു. എന്നിരുന്നാലും തന്നെ ക്ഷീണിച്ച് കിടക്കുന്ന ആ ജോലിക്കാരെ വിളിച്ചു നിർത്താൻ അദ്ദേഹം താല്പര്യപ്പെട്ടില്ല. കാരണം അവർ ഉറങ്ങട്ടെ എന്ന് ഗാന്ധിജി വിചാരിച്ചു. नवाखाली पदयात्रा के समय गांधी ने अपने शिविर में केवल 2 आदमियों की रहने की अनुमति दी. ഈ നവാഖാലി ആ പദയാത്ര നടക്കുന്ന സമയത്ത് ഗാന്ധിജി 2 അനുയായികളെ അദ്ദേഹത്തിന് കൂടെ താമസിക്കാൻ അനുമതി കൊടുത്തു. इन दोनों को एक नहीं मालूम था कि काकरा बनाया जाता है. इन दोनों के एक नहीं ആ 2 പേർക്കും നഹി മാലൂം മനസ്സിലായില്ല കാക്കര എങ്ങനെ ഉണ്ടാക്കുമെന്ന്. കാക്കര എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് ആ 2 പേർക്കും മനസ്സിലായില്ല. കാക്കര എന്ന് വെച്ചാൽ ഒരു പപ്പടമാണ്, ഗുജറാത്തിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഈസ് पर गांधी स्वयं रसोई में जा बैठे. ഈ പ്രാവശ്യം എന്തോ ഗാന്ധിജി സ്വയം അടുക്കളയിൽ കയറി ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് രസോയിക്ക് തനിക്ക് ഉന്നോനെ രസോയുടെ നേർക്ക് ഉന്നോനെ കാക്കര ബനാനയ്ക്ക് ആ കാക്കര ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഉസ് സമയം ഗാന്ധിക്ക് അവസ്ഥ 78 വർഷത്തെ. ഈ സമയം ഗാന്ധിജിയുടെ വയസ്സ് എത്രയായിരുന്നു? 78 വയസ്സ് ആയിരുന്നു. ഗാന്ധിക്കോ ബച്ചെ മികത്ത പ്രേമത്ത ഗാന്ധിജിക്ക് കുട്ടികളെ വളരെയധികം എന്തായിരുന്നു ഇഷ്ടം ആയിരുന്നു. ഗാന്ധിക്കോ ബച്ചെ മികത്ത പ്രേമത്ത കുട്ടികളെ വളരെയധികം ഇഷ്ടമായിരുന്നു. अपने बच्चों के जन्म को 2 माह के बाद उन्होंने कभी किसी दाई के बच्चे के देखभाल के लिए न किएगा. ആ തൻ്റെ കുട്ടിക്ക് 2 മാസം കഴിഞ്ഞപ്പോൾ 2 മാസത്തിന് ശേഷം
ഉന്നോനെ കവി കിസി ദായിക വെച്ചേക്കെന്ന് വെച്ചാൽ ദായികളെ മറ്റേ കുട്ടികളെ നോക്കാൻ ആരെ ഏൽപ്പിച്ചിരുന്നില്ല. वे मानते थे कि बच्चों के विकास के लिए माँ बाप का प्यार और उनके दिल को अनिवार्य है. അദ്ദേഹം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എന്താണ്, ബച്ചോന്റെ വികാസ് കേരളത്തിൽ കുട്ടികളുടെ ആ വികാസത്തിന് വേണ്ടി മാ ബാപ്പ് കാ പ്യാർ അമ്മയുടെ അച്ഛൻ്റെ ആ സ്നേഹം ഉൻകി ദേഖ്ഭാൽ അനിവാര്യ, ആ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് കുട്ടികൾ വളരണം എന്നാണ് ഗാന്ധിജി വിചാരിച്ചത്. നോക്കിയേ, मैं माँ की तरह के बच्चों को देखभाल कर सकते थे, अम्मे പോലെ मैं माँ की तरह के बच्चों को देखभाल कर सकते थे. അമ്മയെ പോലെ കുട്ടികളെ നല്ല ശ്രദ്ധയോടെ കെയർ കൊടുത്താണ് വളർത്തുന്നത്. കില പില അവർ ബഹല സത്യത്തെ കുട്ടികൾക്കാകുമ്പോൾ അവര് അല്ലേ കുത്തക്കേട് കളിയും ചിരിയല്ലേ, നമ്മൾ കൊച്ചു കുട്ടികളോടൊപ്പം കളിക്കുന്നതൊക്കെ നമുക്ക് നല്ല ഇതല്ലേ. एक बार दक्षिण अफ्रीका में जेल में जुड़ने के बाद घर लौटने पर उन्होंने देखा कि उनके मित्र की पत्नी श्रीमती पोलक प्रगति के दुबली और कमजोर हो गई है. एक बार ഒരു പ്രാവശ്യം എന്തോ ഇത് ദക്ഷിണാഫ്രിക്ക ജയിൽ में जुड़ने के बाद ദക്ഷിണാഫ്രിക്കയിലെ ജയിലിൽ നിന്ന് മോചിതനായി വന്നതിന് ശേഷം उन्होंने देखा कि അദ്ദേഹം നോക്കിയപ്പോൾ उनके मित्र की पत्नी അദ്ദേഹത്തിന്റെ മിത്രന്റെ ഭാര്യ ശ്രീമതി പോളക് പ്രകൃതിക്ക് ദുബലി അവർ കംസോർ हो गई, വളരെയധികം ദുബലയും പിന്നെ അത് കംസോറും ആണ്, ശക്തി കുറഞ്ഞൊക്കെ ഇരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. ഉസ്കാ ബച്ച ഉൻകാ ദൂത് പീനാ ചോർദ നഹീത. ഉസ്കാ ബച്ച അവരുടെ ആ കുട്ടി ഉസ്കാ ദൂത് എന്ന് വെച്ചാൽ പാൽ കൂടി നിർത്തിയിരുന്നില്ല. ഉസ്കാ ദൂത് ചൂടാനെ എനിക്ക് കോശിഷ് കർ രഹി थी. ഉസ്കാ ദൂത് ചൂടാനെ ആ പാൽ കൂടി നിർത്താനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. ബച്ച ഉന്നെ ചൈനയിലെ ജനത അവരെ ലോകർ ഉന്നെ ജഹായ രക്തത. കുട്ടികൾ ഉന്നെ ചൈനയിലെ എന്നുവെച്ചാൽ അവര് ഉന്നെ ചൈന മേഖലയൊക്കെ ധീരെ ലോകർ ഉന്നെ പാല് കൊടുക്കാതിരുന്നപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് രാത്രി കിടന്ന് ഉണരുകയും അവരൊക്കെ നിലവിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. गांधी जिस दिन लौटे उसी रात से उन्होंने बच्चे की देखभाल का काम अपने हाथों में ले लिया. गांधी जिस दिन गांधी ഈ ദിവസം എന്തോ ഇത് മടങ്ങി വന്നപ്പോൾ ഉസി രാത്രി സെ ആ രാത്രിയിൽ ഉന്നോനെ ബच्चे की देखभाल का काम അദ്ദേഹത്തിന്റെ കുട്ടിയുടെ ആ സംരക്ഷണം अपने हाथों से ले लिया തന്റെ കൈകളിൽ ഏറ്റെടുത്തു. സാരേ ദിൻ ബേടി മേഘനത്ത് കർണേ എല്ലാ ദിവസവും വളരെ ശ്രദ്ധയോ മേഘനത്തെ കാണാൻ ഹാർഡ് വർക്കാനും ചെയ്യുകയും സഭാവുമേ ഭാഷൺ ദേനേക്കെ ബാദ് സഭകളിലെ പ്രസംഗത്തിന് ശേഷം 4 മീൽ പൈദൽ ചലക്കർ 4 മീറ്റർ നടന്ന് ഗാന്ധി കപ്പി കപ്പി രാത്രി പോയേക്ക് ബജെ ഘർ പहुंचते थे. രാത്രി ഗാന്ധിജി നടന്ന് കപ്പി കപ്പി മിക്കപ്പോഴും രാത്രിയിൽ ഏക്ക് ബജെ എന്ന് വെച്ചാൽ 1 മണിക്കൊക്കെയാണ് വീട്ടിൽ എത്തിച്ചേരുന്നത്. അവർ बच्चों को श्रीमती पोलक के बिस्तर पर से उड़ाकर अपने बिस्तर पर लिटा എന്നിട്ട് അവർ വെച്ചേക്കോ എന്നിട്ട് ആ കുട്ടികളെ ശ്രീമതി പോലക്കൊക്കെ ബിസ്തർ पर से ശ്രീമതി പോലക്കിന്റെ ആ കട്ടിലിൽ നിന്ന് എടുത്ത് ഉടാക്കാൻ അപ്പനെ ബിസ്തർ से पर लिटा देते തന്റെ കട്ടിലിൽ കൊണ്ട് കിടത്തുമായിരുന്നു. വകച്ചാർപ്പായി के पास एक बर्तन में पानी भर कर लेते. എന്നിട്ട് എന്തോ ഇത് വകച്ചാർപ്പായി के पास ആ കട്ടിലിന്റെ അടുത്ത് एक बर्तन में पानी ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചു ാക്കി എന്നിട്ട് എന്തോ ഇത് ബെച്ചോങ്കോ പ്യാസിലേക്ക് ഉസെ പിലാതെ എന്നിട്ട് കുട്ടികൾ ദാഹിച്ച് കരയുകയാണെങ്കിൽ ആ വെള്ളം എടുത്ത് കൊടുക്കാനാണ് അദ്ദേഹം അവിടെ ചെന്നത്. അവിടെ ആ ചാർപ്പായുടെ അടുത്ത് വെള്ളം കൊണ്ട് വെച്ചത്. ജസ്റ്റ് നോക്കിയേ, ലേക്കിൻ ഇസ്കി ശരീരത്തിക്ക് നഖം പട്ടി അത് നേരെ വന്നില്ലേ ബച്ച कभी नहीं रोता और उनकी चारपाई पर रात में आराम से रखता. बच्चा कभी नहीं रोता കുട്ടികൾ കഴിഞ്ഞില്ല. उनकी चारपाई पर रात में आराम से सोता रहता. കുട്ടികൾ നല്ല ഉറക്കത്തോടെ രാത്രി അവിടെ കിടന്ന് ഉറങ്ങി. एक पखवाड़े तक में मां से अलग सुलाने के बाद बच्चों मां का दूध छोड़ दे. അങ്ങനെ ആ കുട്ടി തന്റെ അമ്മയുടെ പാല് ഉപേക്ഷിച്ചു. നെക്സ്റ്റ് നോക്കിയേ, പറയട്ടെ ഗാന്ധി को बच्चों से बेहद प्रेम था. ഗാന്ധിജിക്ക് കുട്ടികളെ എന്തായിരുന്നു വളരെയധികം പ്രേമമായിരുന്നു, കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. अपने बच्चों के जन्म के 2 माह बाद उन्होंने कभी किसी दाई को बच्चे की देखभाल के लिए नहीं देखा. अपने बच्चों के जन्म के തന്റെ കുട്ടികൾക്ക് ജന്മം കൊടുത്തതിന്
നല്ല ഉചിതമല്ലെന്ന് ആർക്ക് തോന്നി? ഗാന്ധിജിക്ക് തോന്നി. വേ മാറ്റത്തേക്ക് അത് അംഗീകരിച്ചു. ബച്ചോങ്കെ വികാസ് കെ ലിയെ കുട്ടികളുടെ വികാസത്തിന് വേണ്ടി എപ്പോഴും അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് കുട്ടികൾ ജീവിക്കണമെന്നൊരു ചിന്തയായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്. വേ മാംഗി തരികെ ബച്ചോങ്കെ ദേഖ്ഭാൽ കർ സക്തേ थे. വേ മാംഗി തരികെ അമ്മയെ പോലെ അമ്മയുടെ രീതിയിൽ ബച്ചോങ്കെ ദേഖ്ഭാൽ കർ സക്തേ थे, കുട്ടികളെ സംരക്ഷിച്ചത്. खिला पिला और बहला सकते थे. एक बार दक्षिण अफ्रीका में जेल में जुड़ने के बाद घर लौटने पर उन्होंने देखा कि उनके मित्र की पत्नी श्रीमती पोलक प्रगति की दुबली और कमजोर हो गई है. एक बार ഒരു പ്രാവശ്യം ഇതോ ദക്ഷിണാഫ്രിക്ക में जेल से जुड़ने के बाद दक्षिण अफ्रीकയിലെ ജയിൽ മോചിതനായതിനു ശേഷം घर लौटने पर വീണ്ടും മടങ്ങി വന്നപ്പോൾ उन्होंने देखा कि അദ്ദേഹം എന്താ കണ്ടത്? ഉൻകെ മിത്ര की पत्नी श्रीमती पोलक, അദ്ദേഹത്തിന്റെ മിത്ര की पत्नी കൂട്ടുകാരന്റെ ഭാര്യ ശ്രീമതി പോലക് പ്രകൃതിക്ക് ദുബിലി അവർ കംസോർ ഒരുപാട് മെലിഞ്ഞും ബലഹീനതയായിട്ടൊക്കെ ഇരിക്കുന്നതാണ് കണ്ടത്. കുട്ടികൾ എപ്പോഴും ഒരേ ചാട്ടികൾ പിടിച്ചുകൊണ്ടും ഉറക്ക ഇല്ലാതാക്കുകയൊക്കെ ചെയ്തിരുന്നു. उसी रात में उन्होंने बच्चे की देखभाल का काम अपने हाथों में ले लिया. गांधी जिस ദിവസം ലൗട്ടെ മടങ്ങി വന്നിട്ട് ഉസി രാത്രി ഏതെങ്കിലും രാത്രി ഉന്നോനെ ബച്ചേക്കോ ദേഖ്ഭാൽ കാ കാം ലിയാ കർത്താ था. അദ്ദേഹത്തെ കുട്ടികളെ സംരക്ഷിക്കാനുള്ള ദേഖ്ഭാൽ കാ കാം അപ്പനെ ഹാത്തോ മേ ലിയ, കുട്ടികളെ സംരക്ഷിക്കുന്ന ജോലികൾ തൻ്റെ കൈകളിൽ ഏറ്റെടുത്തു. സാന്നിധ്യം വേണ്ടി മേഖലക്ക് തന്നെ എല്ലാ ദിവസവും ഒരുപാട് പരിശ്രമിച്ചിട്ട് സഹോവും ഭാഷൺ ദേനേക്കെ ബാദ് ഈ ഭാഷണ സദസ്സിലൊക്കെ പ്രസംഗങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം 4 മീൽ പൈതൽ ചലക്കാൻ 4 മീറ്റർ നടന്നു വന്നിട്ട് ഗാന്ധി കവി പക്കാപ്പി രാത്രിക്കോ ഏക ബജെ പകുതിയെന്ന് വെച്ചാൽ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് മണിക്കൂറുകൾ നടന്ന് വീട്ടിൽ വരുമ്പോൾ ഏകദേശം 1 മണിയൊക്കെ ആകുമായിരുന്നു. അവർ बच्चे को श्रीमती पोलक के बिस्तर पर से उठाकर अपने बिस्तर पर लेटा देता था. അവർ बच्चे को श्रीमती पोलक के बिस्तर पर എന്നിട്ട് ആ കുട്ടിയെ പോലക്കിന്റെ കട്ടിലിൽ നിന്ന് എടുത്ത് തന്റെ കട്ടിലിൽ കൊണ്ട് കിടത്തി ഉറക്കുമായിരുന്നു. चारपाई के पास एक बर्तन में पानी भरकर रख लेते. എന്നിട്ട് चारपाई के पास കട്ടിലിന്റെ അടുത്ത് എന്തോ ചെയ്യുമായിരുന്നു? ബർത്തമേ പാനി ഭർക്കർ, ഒരു പാത്രത്തിൽ ഒരു മുതൽ വെള്ളം നിറച്ചിട്ട് താക്കി മറിച്ച് കട്ടിലിൻ്റെ അടുത്തേക്ക് വെക്കുമായിരുന്നു. എന്തിനാ? കുട്ടികൾ ഉണർന്ന് ദാഹിട്ടുണർന്ന് കരയുമ്പോൾ കൊടുക്കാൻ ആയിരുന്നു. ലേഖന इसकी ശരീരത്തിൽ നഗി പഠിത്തി എന്നിട്ട് തീർച്ചും ശരിയായില്ല. बच्चा काफी नगी रोता और उनकी चारपाई पर रातों में आराम से सोता रहता था. बच्चा काफी नगी रोता, കുട്ടികൾ ഇപ്പോഴും അവർ ഉരുകി ചാർപ്പായിക്ക് രാത്രി അവരുടെ കട്ടികൾ നല്ല വിശ്രമത്തോടു കൂടി നല്ല റെസ്റ്റോട് കൂടി കുട്ടികൾ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. ഒക്കെ പക്വാടെ തക മാംസ അലക്ക് സുലാനേക്കെ ബാധി ബച്ചനെ മാങ്ക. അങ്ങനെ ഈ ഗാന്ധിജി വിചാരിച്ചുകൊണ്ട് അമ്മയുടെ പാൽകുടി അവിടെ ഉപേക്ഷിച്ചു. ഗാന്ധിജി അപ്പനെ അന്തർക്കർത്തത്തെ ഗാന്ധിജി തന്നെ മൂത്തവരെ ഒരുപാട് ബഹുമാനിച്ചത്. ഗാന്ധിജി തന്നെക്കാൾ ഒരുപാട് പ്രായമുള്ളവരെ ഒരുപാട് ബഹുമാനിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്ക ഖോഖലെ ഗാന്ധിക്ക് സാത്ത് ടക്കരെ കുയത്തെ. ഈ ദക്ഷിണാഫ്രിക്കയിൽ ഖോഖലെ ഗാന്ധിയുടെ ഒപ്പം താമസിച്ചിരുന്നു. ഉസ് സമയം ഗാന്ധിനെ തുപ്പട്ടെ സ്ത്രീക്ക് ആ സമയം എന്തായിരുന്നു? ഗാന്ധിജി ഉസ്കെ ദുപ്പട്ടെ സ്ത്രീ അവരുടെ വസ്ത്രത്തിൽ ഇസ്ത്രി ഇട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ബിസ്തർ ടീക്ക് കർത്തേത്തെ, ആ ബിസ്തർ ടീക്ക് കർത്തേത്തെ കിടക്കൊക്കെ നേരെയാക്കി ഉनको भोजन परस होते थे और उनके फायर दरवाजे के भी तैयार देखते थे. उनके फायर दरवाजे के बिस्तर ठीक करते थे. उनको भोजन परस ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് അവർ ഉണ്ണിയ പൗർ ദവനയ്ക്ക് തയ്യാറെടുത്തെ. പൗർ ദവാനി എന്നൊക്കെ കാല് തടവി കൊടുക്കാനൊക്കെ തയ്യാറെടുത്തിരുന്നു. കോക്കലെ ബന്ധുത്വം അനാകർത്തത്തെ കോക്കലെ വളരെയധികം മാനിച്ചിരുന്നു. ലേക്കിൻ
മഹാത്മാ നീ കോക്കലെ എന്തോ ഇത് ഒരുപാട് ഷാട്ടിയൊക്കെ പിടിച്ചിരുന്നു, വേണ്ട വേണ്ട എന്ന് പറഞ്ഞൊക്കെ കോക്കലെ എന്ന് വെച്ചാൽ ഉनका बिस्तर ठीक करते थे, उनके भोजन परोसते और उनके पाव धोने की तैयार എന്ന് വെച്ചാൽ കാലൊക്കെ ഞാൻ തടവി കൊടുക്കാനൊക്കെ തയ്യാറെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. കോക്കലെ വെകുത്ത് മന കണ്ടതൊന്നും ചെയ്യില്ല എന്ന് വെച്ചാൽ വേണ്ട വേണ്ട ഷാട്ടം പിടിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞൊക്കെ കോക്കലെ ഷാട്ടം പിടിക്കുമായിരുന്നു. ഗാന്ധിജി അതല്ല കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞ് വെകുത്ത് പകരം ലേക്കിൻ ഗാന്ധി നദി മാറ്റി ഗാന്ധിജി അത് അംഗീകരിച്ചില്ല. ഓക്കെ, महात्मा गगलाने से बेगत पढ़ने के बाद दक्षिण अफ्रीका में बात आने पर कांग्रेस के अधिवेशन में गए. महात्मा गगलाने से ഈ മഹാത്മാ പറയുന്നത് ബെഗത്ത് പകലെ വളരെ മുമ്പേ एक बार മീൻസ് ഒരു പ്രാവശ്യം ദക്ഷിണാഫ്രിക്ക से भारत आने पर ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഭാരതത്തിൽ വന്നപ്പോൾ गांधी कांग्रेस के अधिवेशन में गए. गांधी कांग्रेस सम्मेलनത്തിൽ अधिवेशनाയി. उन्होंने गंदे पाकिने साफ किया था. आ गंदे पाकिने मीन्स टॉयलेट. गंदे पाकाने बच्चा पाकाने टॉयलेट. പാക്കാനെ ടോയ്ലറ്റ് ഗന്ധേ പാക്കാനെ ആ ടോയ്ലറ്റ് വൃത്തിയാക്കി കൊടുത്തു. അവർ വാദിച്ചു ഉन्होंने एक बड़े कांग्रेसी नेता से पूछा. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം ഒരു ബഡേ കോൺഗ്രസ് ഒരു വലിയ കോൺഗ്രസി നേതാവിനോട് ചോദിച്ചു. പൂച്ച മൈ ആപ്കി ക്യാ സേവ കർ സക്താ ഹൂം, ഞാൻ ആപ്കി താങ്കൾക്ക് എന്ത് സേവയാണ് ചെയ്യേണ്ടത്? നേതാനെ കഥ. അപ്പോൾ നേതാ പറഞ്ഞു, മേരെ പാസ് വിഗത്ത് പത്രം കെട്ടുക, എൻ്റെ കയ്യിൽ ഒരുപാട് പത്രങ്ങൾ ശേഖരിച്ചിരിപ്പുണ്ട്. ജിൻക ജവാബ് ദേനക്ക് അതിന് ഒരുപാട് ലെറ്ററുകൾ വന്നിട്ടുണ്ട്, അതിനൊന്നും മറുപടി ഞാൻ കൊടുത്തിട്ട് താങ്കൾക്ക് അതിന് മറുപടി കൊടുക്കാൻ പറ്റുമോ? മേരെ പാസ് കോയി ഖാർപൂൻ നഹീ ഹൈ, എൻ്റെ അടുത്ത് യാതൊരു ഖാർപൂൻ മീൻസ് ക്ലർക്ക്, ഖാർപൂൻ കാർട്ടൂൺ ക്ലർക്ക്. എനിക്ക് എൻ്റെ അടുത്ത് എന്താണ് ക്ലർക്കുകളൊന്നും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ഇതിന് മറുപടി നൽകുമോ? ജിസ്സേക്ക് കാമും ക്യാത്തുമേക്ക് കാം കർണേക്കോ തയ്യാർ. നിങ്ങൾ ഈ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് തയ്യാറാണോ? ഗാന്ധിജി പറഞ്ഞു, ശരി, തീർച്ചയായും. മൈ ഐസ പോയി പിക്കാം കർണേക്കോ തയ്യാർ. ഞാൻ അങ്ങനെ ജോലി ചെയ്യാൻ തയ്യാറായി. ജോ മേരി സാമർത്ഥ്യ സെ ബാഹർ न हो, एक काम उन्होंने थोड़े के समय में समाप्त कर डाला और इसके बाद उन्होंने उन नेता की कमीज के बटन आदि लगाने और उनके अन्य सेवा का काम खुशी से किया. ओके, मैं ऐसा कोई काम करने की तैयार हूँ. ഞാൻ അങ്ങനെയുള്ള ആ ജോലി ചെയ്യാൻ തയ്യാറായി. जो मेरी सामर्थ्य से बाहर न हो, ഞാൻ സാമർത്ഥ്യത്തോട് വെളിയിൽ പോയി. ഇത് काम उन्होंने थोड़े ही समय में समाप्त कर डाला और इसके बाद उन्होंने उन नेता की कमीज के बटन आदि लगाने और उनके अन्य सेवा का काम खुशी से किया. वह काम उन्होंने थोड़े ही समय, ഈ ജോലി അല്പസമയത്തിന് ശേഷം അദ്ദേഹം സമാപ്തി വെച്ചാൽ ചെയ്തു കഴിഞ്ഞു. इसके बाद उन्होंने इन नेता की कमीज के അതിനുശേഷം ആ നേതാവിൻ്റെ കമ്മീസിലെ ബട്ടൺ, ഉടുപ്പിൻ്റെ ബട്ടൺ ആദ്യ ലഹാനയ്ക്ക് മുതലായവ ഇടുന്നതിനും ഉനിക്ക് അന്യ സേവാക്കാം ഖുഷി അദ്ദേഹത്തിന് മറ്റുള്ള സേവകളൊക്കെ അദ്ദേഹം ഖുഷിയോടെ നല്ല സന്തോഷത്തോടു കൂടി ചെയ്തു. മനസ്സിലായോ? നോക്കിയേ, എന്താ പറയാം. ഗാന്ധിക്ക് ബച്ചോക്കെ വേഗത്തെ പ്രേമത്തെ ഗാന്ധിക്ക് കുട്ടികളെ വളരെയധികം ഇഷ്ടമായിരുന്നു. अपने बच्चों के जन्म के 2 माह पर उन्होंने कभी किसी दाई को बच्चे की देखभाल के लिए नहीं देखा. अपने बच्चों के जन्म के തൻ്റെ കുട്ടികളെ ജന്മം തന്നതിന് 2 माह बाद 2 മാസത്തിന് ശേഷം उन्होंने कभी किसी दाई के बच्चे की കുട്ടികളെ സംരക്ഷിക്കുന്ന ജോലി മറ്റുള്ളവരെ ഏൽപ്പിച്ചിരുന്നില്ല.
वे मानते थे अरे मानते बच्चों के विकास के लिए കുട്ടികളുടെ വികാസത്തിന് വേണ്ടി മാം ബാപ്പ് का प्यार और उनकी देखभाल അനിവാര്യ അമ്മയുടെ അച്ഛൻ്റെ ആ പ്യാറും സ്നേഹമൊക്കെ അച്ഛനും അമ്മ ഒരുമിച്ച് നിന്ന് കുട്ടികളെ വളർത്തുന്നത് അനിവാര്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. നെക്സ്റ്റ് നോക്കിയേ, देखभाल अनिवार्य है. मैं बाप की तरह वे माम की तरह बच्चों की देखभाल कर सकते थे. അച്ഛനെ പോലെ അമ്മയെ പോലെ കുട്ടികളെ സംരക്ഷിക്കുന്ന ആ ചുമതല എടുത്തു. खिला और खिला सकते थे. एक बार दक्षिण अफ्रीका में जेल में जुड़ने के बाद घर लौटने पर उन्होंने देखा कि ഒരു പ്രാവശ്യം ഇതൊരു ദക്ഷിണാഫ്രിക്കയിലെ ജയിൽസ് ജുഡ്നേക്കെ ബാദ് അതിൽ നിന്ന് മുതിന് ആയതിനു ശേഷം കാൽ ഔട്ട്നെ പർ വീട്ടിൽ മടങ്ങി വന്നതിന് ശേഷം ഉന്നോനെ ദേക്കാക്കി അദ്ദേഹം കണ്ടു. ഉൻകെ മിത്രയ്ക്ക് പത്നി അദ്ദേഹത്തിൻ്റെ ആ ഭാര്യ ശ്രീമതി പോലക്ക് വ്യക്തിക്ക് ദുബലി അവർ കംസർവുകയിലെ ശ്രീമതി പോലക്കും ആരോഗ്യം വളരെയധികം വിലക്കിയിരുന്ന പാലതായിട്ട് ഉണങ്ങിയിരിക്കുന്നതായിട്ട് കണ്ടു. ഉൻക ബച്ച ഉൻക ദൂത് പിന ചോർത്ത നഹീത്ത അത് അവരുടെ കൂട്ടി അദ്ദേഹം അവരുടെ പാല് കൂടി നിർത്തി ഇരുന്നില്ല. അവർ ബാബൂസ്ക ദൂത് ദുഃഖാനെ കോശിഷ്കാനെത്തി വീണ്ടും അത് ദൂത് പീന ചോർന്ന നഹീത്ത എന്ന് വെച്ചാൽ പാല് കുടിക്കുന്നത് കൊണ്ടായിരിക്കും പിന്നെ ഉണങ്ങുന്നതൊക്കെ ഗാന്ധിജി ആ പാല് കൂടി നിർത്താനുള്ള പരിശ്രമമൊക്കെ എടുത്തു. ബച്ച ഉനെ ചൈതന്യത എന്ന് വെച്ചാൽ ഗാന്ധിജി എന്ത് ചെയ്തവര് പാല് കുടിയൊക്കെ പിന്നെ കുറച്ച് പാല് കുടിക്കാനുള്ള പരിശ്രമമൊക്കെ എന്നാലും കുറച്ച് ഒരുപാട് ഷാർട്ടപ്പിലേക്ക് അത് ഉറക്കുറക്കെ നിലവിളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. लौटे उसी रात में उन्होंने बच्चे के देखभाल का काम अपने हाथों में ले लिया. जिस दिन ഈ ദിവസം ലൗട്ടെ മടങ്ങി വന്നപ്പോൾ ഉസി രാത്രി ഒരു രാത്രിയിൽ ഉന്നോനെ ബച്ചയ്ക്ക് देखभाल का काम കുട്ടികളെ സംരക്ഷിക്കുന്നുള്ള ആ ജോലി अपने हाथों में से लिया തൻ്റെ കൈകളിൽ എടുത്തു. सारे दिन बेड़ी में गणित करने सभाओं में भाषण देने के बाद कई सारे दिन എല്ലാ ദിവസവും എന്തോ ഇത് വെടി മേഖലത്ത് തന്നെ വളരെ പരിശ്രമിച്ചവർ ബുദ്ധിമുട്ടി സഭാവുമേ ഭാഷण देने के बाद ആ സഭയിലെ പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം 4 മിനിറ്റ് പൈദൽ ചലക്കാൻ 4 മീറ്റർ നടന്നിട്ട് ഗാന്ധിജി കഭി കഭി രാത്രി 1 ബജെ പർ നടന്ന് ഗാന്ധിജി മിക്കപ്പോഴും രാത്രി 1 മണിക്കാണ് വീട്ടിൽ വന്ന് കയറുന്നത്. അവർ ബച്ചേവ ശ്രീമതി പോലിക്കൊക്കെ വിസ്തരപ്പറസ് ഉടുക്കാൻ എന്നിട്ട് ആ ഇതിൽ നിന്ന് എടുത്തിട്ട് അപ്പനെ വിസ്തരപ്പലാണ് ഗാന്ധിജി പോലക്കിൻ്റെ ആ കട്ടിൽ നിന്ന് കുട്ടിയെ എടുത്ത് തൻ്റെ കട്ടിലെ കൊണ്ട് കിടത്തുമായിരുന്നു. എന്നിട്ട് മൊന്തയിൽ ഒരു വെള്ളമായിട്ടാണ് വെക്കുന്നത്. കാരണം കുട്ടികൾ രാത്രിയിൽ ദാഹിച്ച് കരുതൽ അത് കൊടുക്കാനായിട്ടാണ്. പക്ഷേ കുട്ടികൾക്ക് അതൊന്നും വേണ്ടി വന്നില്ല. അവർ സുഖമായിട്ട് ആ കട്ടിൽ കിടന്ന് ഉറങ്ങി. बच्चा कभी नहीं रोता और उनकी चारपाई पर रात में आराम से सोता रहता था. एक पखवाड़े तक माम से अलग सुलाने के बाद बच्चों ने माम का दूध छोड़ दिया. गांधी अपने से बेड़ों का बेड़ा आदर करते थे. ഗാന്ധിജി മറ്റുള്ളവരെ തന്നെക്കായി മൂത്തവരെ ഗാന്ധിജി എന്തുവാണ് ഒരുപാട് ബഹുമാനിച്ചിരുന്നു. ഗാന്ധിജി തന്നെക്കായി മൂത്തവരെ ഒരുപാട് ബഹുമാനിച്ചിരുന്നു. दक्षिण अफ्रीका में गोखले गांधी के साथ टकरे हुए थे. उस समय गांधी ने उनके दुपट्टे मार स्त्री के बच्चा दक्षिण अफ्रीका गोखले गांधी के साथ टकरे हुए थे. दक्षिण अफ्रीका गोखले ഗാന്ധിയോടൊപ്പം തങ്ങിയിരിക്കുകയായിരുന്നു. उस समय ആ സമയത്ത് ഗോഖലെ എൻ്റെ വസ്ത്രങ്ങൾ ഇസ്തിരി കൊടുത്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. करते थे उनको भोजन परोसते और उनके पौधवानी के കാലൊക്കെ തടകിന് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതിനൊക്കെ മടി കാണിച്ചിട്ട് ഗാന്ധിജി പോരാ എന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുമായിരുന്നു. महात्मा कांग्रेस ने संयुक्त पगले एक बार दक्षिण अफ्रीका में भारत आने पर गांधी कांग्रेस के अधिवेशन में दिए. ഒരുപാട് വേഗത്തെ പകലെ ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രാവശ്യം ദക്ഷിണാഫ്രിക്ക ഭാരത് ആനെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഭാരതത്തിൽ വന്നപ്പോൾ ഗാന്ധി കോൺഗ്രസ് അധിവേശൻ ഗാന്ധിജിയും കോൺഗ്രസിന്റെ ആ സമ്മേളനത്തിൽ പഹാവുനെ ഗന്ധെ പാക്കിനെ സാഫിയെ അവർ ബാദമൂനേക്ക് വെടയെ കോൺഗ്രസ് എന്നിട്ട് അവിടുത്തെ ആ അഴുക്കുള്ള ആ ടോയ്ലറ്റ് വൃത്തിയാക്കി കൊടുക്കുകയും
വലിയ കോൺഗ്രസ് നേതാവിനോട് ചോദിച്ചു. ഞാൻ താങ്കൾക്ക് എന്ത് സേവയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നേതാവിനെ കഹാം. അപ്പോൾ നേതാവ് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? മേരെ പാസ് ബഹുത് സെ പത്ര ഇക്കട്ടെ ഹോ ഗയേ. എൻ്റെ അടുത്ത് ഒരുപാട് പത്രങ്ങൾ കൂട്ടി വെച്ചിരിക്കുന്നു. ജിൻകാ ജവാബ് ദേനാക്കി അതിനെല്ലാം ഉത്തരം നൽകണം. മേരെ പാസ് കോയി ഖാക്കൂൻ നഹീ ഹൈ. എൻ്റെ അടുത്ത് എന്താണ്? എൻ്റെ ഗാന്ധിജിയുടെ അടുത്ത് ഖാക്കൂൻ ഒന്നുമില്ല, തന്നെ ക്ലർക്കുകളൊന്നും തന്നെ ഇല്ല. ജിസേ കാം ദോ. ക്യാ തുമ്ഹേക്ക് കാം കർനെ കോ തയ്യാർ ഹോ. എന്താ നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ തയ്യാറാണോ? ഗാന്ധിനെ കാക്ക. ഗാന്ധിജി പറഞ്ഞു, ശരിയൂർ, തീർച്ചയായും. മൈ ഐസ പോയി കാം കർണേക്കാ തയ്യാർ ഹോ. ഞാൻ അങ്ങനെയുള്ള ജോലി ചെയ്യാൻ തയ്യാറാണ്. जो मेरी सामर्थ्य से बात करने को ये काम उन्होंने थोड़े ही समय में समाप्त करता. ഈ ജോലി ഒരുപാട് സമയത്തിന് മുമ്പ് അദ്ദേഹം അവസാനിപ്പിച്ചു. इसके बाद അതിനുശേഷം ഉന്നോനെ ഈ നേതാക്കി കമ്മീസിന്റെ ബട്ടൺ, അതിനുശേഷം ആ നേതാവിന്റെ കമ്മീസിന്റെ ബട്ടൺ ഇടുകയും മറ്റുള്ള ജോലികളെല്ലാം നല്ല സന്തോഷത്തോട് കൂടി ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തു. आवश्यकता होती थी तब गांधी किसी कार्य को देखने का आग्रह करते थे. उनका कहना था नौकरों का काम वेतन होगी. ओके, जब कभी आश्रम में किसी सहाय को रखने की आवश्यकता, आश्रम से अलग सहाय आवश्यकമായി വന്നു. तब गांधी किसी कार्य को देखने का आग्रह करते थे. ഒരു കാര്യത്തിന് വെക്കാനാണ് ആഗ്രഹം പ്രകടിപ്പിച്ചത്. उनका कहना था അദ്ദേഹം പറഞ്ഞു, नौकरों का काम वेतन होगी के ജോലിക്കാരെ നമുക്ക് വേതനം പോകെ സാലറി വെച്ചാണ്. മസ്തൂർ നഹി, തൊഴിലാളിയല്ല, വേതനയാണ്. അപ്പനെ പായിക്ക് സമാൻ മാനാചാകെ, തൻ്റെ പായയുടെ തുല്യമായിട്ട് കാണാം. ഈസെ കുറിച്ച് കഠിനായിക്കോ ശക്തി. ഇതിനെക്കുറിച്ച് ഒരുപാട് കഠിനായികളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. കുച്ച് ബോരിയാമ്പോ ശക്തിക്ക് ഫിർ കമാരി കോച്ച് സർവദാ നിഷ്ഫല നഹിയും ജായേगी. उन्हें एक मालूम ही न था कि किसी की नौकर भी फांदी कैसे लगे. एक बार फांदी की जेल में उनके कई साथी कैदियों की उनकी सेवा टगल का काम सांभ गया. उन्हें एक मालूम बात മനസ്സിലായി. കിസിയൊക്കെ നൗക്കർ ഫാന്തി കൈസേ ലगे. എങ്ങനെ കിസിയൊക്കെ നൗക്കർക്ക് ഫാന്തി, ഒരു ജോലിക്കാരനെ പോലെ എങ്ങനെ അവർക്ക് एक बार फांदी की जेल में उनके कई साथी कैदियों को उनकी सेवा टगल का काम सांभ गया. ഒരു ദിവസം ജയിലിൽ കിടന്ന സമയത്ത് എല്ലാവരും ഒരുപാട് സഹപ്രവർത്തനങ്ങളൊക്കെ ജോലികൾ ചെയ്തിരുന്നു. ഈ കാട്ടിന് ഉनके फल തോത്താത്ത ഒരു മനുഷ്യൻ തൻ്റെ ഫലങ്ങൾ മുറിക്കുകയും കഴിയുകയൊക്കെ ചെയ്യുന്ന. ദൂസര ബക്കരിയൊക്കെ തോത്ത. രണ്ടാമത്തെ ആൾക്കാർ ആടിനെ കറക്കുന്ന. തീസര ഉनके നിജി നൗക്കർക്ക് തിരക്ക് കാം കറത്ത എല്ലാ ജോലികളും ചെയ്യുന്നു. ചൗദ ഉनके പാകാനേക്ക് സഭ, എല്ലാ പാത്രങ്ങൾ കഴിയുന്നു, ആടിനെ കഴിയുന്നു, അല്ല പാത്രങ്ങൾ കഴിയുന്നു, ആടിൻ്റെ പാല് കറക്കുന്നു, ഫ്രൂട്ട്സുകൾ കഴിയുന്നു, അത് മുറിക്കുന്നു. അങ്ങനെ പല പല ജോലികളിൽ ഏർപ്പെട്ടിരുന്നു. एक ബ്രാഹ്മണ കൈദി ഉസ്കെ ബർത്തൻ തോത്താത്ത. ഒരു ബ്രാഹ്മണ കൈദി, ഒരു ബ്രാഹ്മണ തടവുകാരൻ ഉസ്കെ ബർത്തൻ തോത്താത്ത, തൻ്റെ പാത്രങ്ങൾ കഴുകുന്നു. അവർ ദോ അവരെ യൂറോപ്യൻ പ്രതി ഉनकी चारपाई भागा निकलता थे. गांधी ने देखा कि इंग्लैंड में ऊंचे घरानों में घरेलू नौकरों को परिवार का आदमी माना जाता था. एक बार एक अंग्रेज के घर से विदा लेते समय एक देखकर खुशी हुई कि घरेलू नौकरों को उनसे परिधि नौकरों का करके नहीं बल्कि परिवार के सदस्य के समान कराया गया. गांधी ने देखा कि गांधीजी കണ്ടു എന്താണ് ഇംഗ്ലണ്ട് से ऊंचे घरानों में, ഇംഗ്ലണ്ടിലെ ഉയർന്ന വീടുകളിൽ नौकरों का परिवार का आदमी माना जाता था. ജോലിക്കാരെ വീട്ടിൽ വളരെയധികം മാനിച്ചിരുന്നു. एक बार एक अंग्रेज ने घर से विदा लेते समय उन्हें देखकर एक बार ഒരു പ്രാവശ്യം एक अंग्रेज से घर से विदा, अंग्रेज ഇംഗ്ലീഷുകാരുടെ ആ വീട്ടിൽ താമസിച്ചപ്പോൾ സമയം उन्हें देखकर അദ്ദേഹം കണ്ട് खुशी हुई कि घरेलू नौकरों को उनसे परिधि नौकरों का तरह. ആ വീട്ടിലുള്ള ആൾക്കാരെ പോലെയാണ് ജോലിക്കാരെ, നമ്മുടെ വീട്ടിലെ വലിയ വലിയ കുടുംബത്തിലെ അംഗങ്ങളെ ആ സദസ്സിലുള്ള ഒരു അംഗത്തിനെ പോലെയാണ് കണ്ടിരുന്നത്. एक भारतीय सज्जन के काफी दिनों तक ठहरने के बाद गांधी जब चलने लगे. एक बार ഒരു പ്രാവശ്യം എന്തോ ഇത് एक भारतीय सज्जन के, ഒരു ഭാരതീയ സജ്ജൻ കാഫി ദിനോം തക, ഇവിടെ ഒരുപാട് ദിവസങ്ങൾ വരെ ठहरने
മടങ്ങി തുടങ്ങി. തബ് ഉസ് കർക്കെ നൗകരോं से അപ്പോൾ ആ വീട്ടിലെ നൗകരോं से उन्होंने विदा की और कहा मैं कभी किसी को अपना नौकर नहीं समझता. मैं कभी മിക്കപ്പോഴും കിസിക്കു ആരെയുടെ നൗക്കർ നഗി മനസ്സിലാക്കിയിട്ടില്ല. ഉസേ ഭായി യാ ബഹൻ കി മാനാകെ സഹോദരനെ സഹോദരിയെ പോലെ കാണണം. അവർ ആ ലോകം ഗോപിയുമായും അപ്പന ഭായി സമചത്താകും. അവർ ആ ലോകം ഗോപി താങ്കൾ ആ ലോകത്തിനെ കൊണ്ട് മറ്റുള്ളവർക്ക് താങ്കളൊരു സ്വന്തം സഹോദരി സഹോദരനായി മനസ്സിലാക്കുന്നു. अपने मेरी सेवा का उसका प्रतिदिन देने की सामर्थ्य मुझसे नहीं है. अपने मेरी जो सेवा का उसका प्रतिदान നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്ത ആ സേവനത്തിന് ഒന്ന് സാമർത്ഥ്യം മുച്ചുമേ ഞങ്ങൾക്ക് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ലേക്കിൻ ഈശ്വരാപ്പോ ഇസ്കാ പൂരാപ്പാതിന് പകരം നിങ്ങൾക്ക് ആരാണ് ആ സേവനം ചെയ്തു തരുന്നത്? ഈശ്വരനാണ്. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത സേവനത്തിന് പ്രതിഫലം ചെയ്യുന്നത് ഒരുപക്ഷെ ആരായിരിക്കും? ഈശ്വരൻ ആയിരിക്കും. മനസ്സിലായോ? മനസ്സിലായല്ലോ എല്ലാവർക്കും? ഭാരതീയ സച്ചന്റെ ഒരു പ്രാവശ്യം ഒരു ഭാരതീയ സച്ചനേക്കാൾ കാപ്പി ദിനോത്തൊക്കെ ടകർന്നേക്കവാത് ഭാരതീയ സച്ചൻ ഒരു ഭാരതീയര് ഇവിടെ ഒരുപാട് പ്രാവശ്യം തങ്ങിയതിന് ശേഷം ഗാന്ധി ചലനയിലേക്ക് ഗാന്ധിജി മടങ്ങി. തബ് ഉസ് കർക്കെ നൗകരോं से बाद गांधी तब उस करके नौकरों से उन्होंने विदा ली और कहा. എന്നിട്ട് അവർക്കടുത്ത് ജോലിക്കാരോട് പറഞ്ഞു മൈ കവി കിസിക്കോ അപ്പനെ നൗക്കർ നഹി സമझता. ഞാനൊരു ജോലിക്കാരനാക്കി തങ്ങളെ മനസ്സിലാക്കുന്നത്. ഉസെ ഭായിയ ബഹൻകി മാനക ഞാൻ സഹോദരി സഹോദരന്മാരാണ് കാണുന്നത്. അവർ ആ ലോകവും വിധേയമായി അപ്പനെ ഭായി സമझताകും. अपनी मेरी जो सेवा की उसका प्रतिदान देने की सामर्थ्य मुझ में नहीं है. लेकिन ഈശ്വര आपको इसका पूरा फल देंगे. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഓരോ സേവനത്തിൻ്റെ ഫലം ആരാണ് തരുന്നത്? ഈശ്വരനാണ് നിങ്ങൾക്ക് ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമെല്ലാം തരുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അനു ബന്ദോപാധ്യായ എഴുതിയൊരു കഥയാണ് ഒരു ലേഖനമാണ് നമ്മൾ പഠിച്ചത്. മനസ്സിലായല്ലോ? ടീച്ചർ ടെസ്റ്റ് വായിക്കാം. നോക്കണം എല്ലാവരും. ആളെ ടെസ്റ്റ് നോക്കേ. गांधी दूसरों से काम लेने में बेगत सकते लेकिन अपने लिए दूसरों से काम कराना उन्हें न पसंद था. एक बार एक राजा नीति सम्मेलन में गांधी जब अपने डेरे पर लौटे तो रात हो गई थी. सोने से पहले वे अपने कमरे का फर्श बुखा रहे थे. उस समय रात के 10 बजे थे. एक कार्यकर्ता ने दौड़कर गांधी के कांध से बुखारी ले ली. जब गांधी गांवों का दौरा कर रहे होते उस समय रात को यदि जगते समय लालटेन का तेल खत्म हो जाता तो वे चंद्रमा की रोशनी में ही पत्र पूरा कर लेना ज्यादा पसंद करते थे. लेकिन सोते हुए अपनी किसी थके हुए साथी को नहीं जगाते थे. नौखाली पदयात्रा के समय गांधी ने अपने शिविर में केवल 2 आदमियों को ही रहने की अनुमति थी. इन दोनों को यदि नहीं मालूम था कि खाकरा कैसे बनाया जाता है. इस पर गांधी स्वयं रसोई में जा बैठे और निपुण रसोई की तरह उन्होंने खाकरा बनाने की विधि बनाई. उस समय गांधी की अवस्था 78 वर्ष की थी. गांधी को बच्चे से बेहद प्रेम था. अपने बच्चे के जन्म के 2 माह बाद उन्होंने कभी किसी भाई दाई के बच्चे की देखभाल के लिए नहीं रहा. वे मानते थे कि बच्चों के विकास के लिए माँ बाप का प्यार और उनकी देखभाल अनिवार्य है. वे माँ की तरह बच्चों को देखभाल कर सकते थे, खिला पिला और बहला सकते थे. एक बार दक्षिण अफ्रीका में जेल से छूटने के बाद कल लौटने पर उन्होंने देखा कि उनके मित्र की पत्नी श्रीमती पोलक बेहद की दुबली और कमजोर हो गई थी. उनका बच्चा उनका दूध पीना छोड़ता नहीं था और वह उसका दूध
छुड़ाने की कोशिश कर रही थी। बेचा उन्हें चाय नहीं लेने देखा था और क्यों रोका उन्हें जगाए रखता था। गांधी जिस दिन लौटे इसी रात से उन्होंने बच्चे की देखभाल का काम अपने हाथों में ले लिया। सारे दिन बड़ी मेहनत करने, सभाओं में भाषण देने के बाद 4 मील पैदल चलकर गांधी कभी कभी रात को 1 बजे घर पहुंचते थे और बच्चों को श्रीमती पोलक के बिस्तर पर से उड़ाकर अपने बिस्तर पर लेते थे। चारपाई के पास एक बर्तन में पानी भरकर रख लेते ताकि यदि बच्चों को प्यास लगे तो उससे पिला दे, लेकिन इसकी शरीरती की नहीं पड़ती थी। बच्चा कभी लगे रोता और उनकी चारपाई पर रात में आराम से सोता रहता था। एक पखवाड़े तक मांग से अलग सुलाने के बाद बच्चों ने मांग का दूध छोड़ दिया। गांधी अपने से बड़ों का बड़ा आदर करते थे। दक्षिण अफ्रीका में गोखले गांधी के साथ टकरे हुए थे। उस समय गांधी ने उनके दुपट्टे पर स्त्री की उनका बिस्तर ठीक करते थे, उनका भोजन परोसते थे और इनके पैर दबाने को भी तैयार रहते थे। खोखले व्यक्ति तो मना करते थे, लेकिन गांधी नहीं मानते थे। महात्मा गगलाने से बेगत पगले एक बार दक्षिण अफ्रीका से भारत आने पर गांधी कांग्रेस के अधिवेशन में गए। वहां उन्होंने गेंदे पाकने साफ किए और बाद में उन्होंने एक बड़े कांग्रेसी नेता से पूछा, मैं आपकी क्या सेवा कर सकता हूँ? नेता ने कहा, मेरे पास विगत से पत्र इकट्ठे हो गए हैं जिनका जवाब देना है। मेरे पास कोई कानून नहीं है जिससे एक काम दूं। क्या तुम एक काम करने को तैयार हो? गांधी ने कहा, चलिए, मैं ऐसा कोई भी काम करने को तैयार हूँ जो मेरी सामर्थ्य से बाहर न हो। यह काम उन्होंने थोड़े ही समय में समाप्त कर डाला और इसके बाद उन्होंने उन नेता की कमीज के बटन आदि लगाने और उनकी अन्य सेवा का काम खुशी से किया। जब कभी आश्रम में किसी सफाई को रखने की आवश्यकता होती थी, तब गांधी किसी हरिजन को रखने का आग्रह करते थे। उनका कहना था, नौकरों भी कभी वेतन होगी, मजदूर नहीं अपने भाई के समान मानना चाहिए। इसमें कुछ कठिनाई हो सकती है, कुछ चोरियां हो सकती है, फिर भी हमारी कोशिश सर्वदा निष्फल। उन्हें यह मालूम ही न था कि किसी को नौकर की फांदी कैसे रहे। एक बार भारत की जेल में उनके कई साथी कैदियों को उनकी सेवा टहल का काम सौंप गया था। आदमी उनके फल धोता था, काटता था, दूसरा बकरियों को दुखता, तीसरा उनके निजी नौकर को तरह काम करता और 14 उनके पाकने की सफाई करता था। एक ब्राह्मण कैदी उनके बर्तन धोता था और 2 गौरे यूरोपियन प्रतिदिन उनके चारपाई चाकर निकलता थे। गांधी ने देखा कि इंग्लैंड में ऊंचे छरानों में घरेलू नौकरों को परिवार का आदमी गाना जाता था। एक बार एक अंग्रेज के घर से विदा लेते समय उन्होंने एक देखकर खुशी हुई कि घरेलू नौकरों का उनसे परिचय नौकरों की तरह न की बल्कि परिवार के सदस्य के समान कराया गया। एक बार एक भारतीय सज्जन के यहाँ काफी दिनों तक टहलने के बाद गांधी जब चलने लगे, तब उस घर के नौकरों से उन्होंने विदाई ली और कहा, मैं कभी किसी को अपना नौकर नहीं समझता, उसे भाई या बहन की माना है और आप लोगों को भी मैं अपना भाई समझता हूँ। अपने मेरी जो सेवा की उसका प्रतिदान देने की
सबको इसका पूरा फल देंगे. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ചത്. പാടോടെ ഫിനിഷ് ആയി. നോക്കിയേ, നെക്സ്റ്റ് നമുക്ക് അതിലെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാം. എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ? നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആൻസർ ആണിത് അല്ലേ? एक बार कॉलेज के छात्रों से എന്താണ് एक बार कॉलेज के छात्रों से അത് പറയാം നമുക്കൊക്കെ. कुछ नोकिए, आश्रम में कॉलेज के छात्रों से गांधी जी ने कौन सा काम करवाया അവർ क्यों? ആശ്രമ में कॉलेज के छात्रों से ആശ്രമത്തിലെ കോളേജിലെ കുട്ടികളോട് ഗാന്ധിജിനെ कौन सा काम करवाया അവർ ഗാന്ധിജി ഏത് ജോലിയാണ് പറഞ്ഞത്, എന്തുകൊണ്ടാണ്? आश्रम में कॉलेज के छात्रों से गांधी जी ने केक पीने का काम करवाया. ആശ്രമത്തിലെ കോളേജിലെ ആശ്രമ में कॉलेज के छात्रों से ഗാന്ധിജിനെ കേക്ക് എന്ന് വെച്ചാൽ ഈ കേക്ക് നുള്ളിപ്പറക്കുന്ന ജോലിയാണ് കൊടുത്തത്. एक बार गांधी जी से मिलने के लिए ഒരു പ്രാവശ്യം ഗാന്ധിജിയെ കാണുന്നതിന് വേണ്ടി കോളേജിലെ കുछ छात्र आए थे. കോളേജിലെ കുറച്ച് കുട്ടികൾ വന്നിരുന്നു. उन सभी को अपनी अंग्रेजी जान पर बड़ा गर्व था. अंग्रेजी അറിയാവുന്നതുകൊണ്ട് വളരെയധികം അഭിമാനം ആയിരുന്നു. बातचीत के दौरान छात्र ने उनसे कोई मांगा. गांधी उनकी इस आशा को माफ किए और गांधी जी ने छात्रों को केक पीने का कार्य साफ दिया. അപ്പോൾ നൗക്കർ